പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തിയുള്ള ഗോൾ കീപ്പേഴ്സിന്റെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്തുള്ളത് ജംഷഡ്പൂർ എഫ്സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ആൽബിനോ ഗോമസ് ആണ്. 7 മത്സരങ്ങൾ കളിച്ച താരം 32 സേവുകളാണ് നടത്തിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് ബംഗളൂരു എഫ്സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർപ്രീത് ആണ്. 29 സേവുകൾ താരം നടത്തിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഗുർമീത് ആണ്. 27 സേവുകൾ താരം നടത്തിയിട്ടുണ്ട്. നാലാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഗോൾ കീപ്പറായിട്ടുള്ള വിശാൽ കേത്ത് ആണ്. 22 സേവുകൾ താരം നടത്തിയിട്ടുണ്ട്. അഞ്ചാം സ്ഥാനത്തുള്ളത് ഒഡീഷ എഫ്സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള അമരീന്ദർ സിംഗ് ആണ്. 22 സേവുകൾ താരം നടത്തിയിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം ഈ ഒരു സീസണിലെ ആദ്യ 8 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇപ്പോൾ 10ാം സ്ഥാനത്താണ്. നിലവിൽ വെറും 8 പോയിന്റുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എന്നാൽ കഴിഞ്ഞ സീസണിലാവട്ടെ ആദ്യ 9 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 2ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ സീസണിലെ ആദ്യ റൗണ്ടിൽ തീർത്ത് മികച്ച ഫോമിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത്. കഴിഞ്ഞ സീസണിൽ ആദ്യ 9 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുകളായിരുന്നു ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു തിരിച്ചുവരവ് നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. തുടർച്ചയായി 3 മത്സരങ്ങൾ പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന മത്സരങ്ങളിലാവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാനായിട്ട് പോകുന്നത് ശക്തരായിട്ടുള്ള എതിരാളികളെയാണ്. അടുത്ത മത്സരം വരുന്ന 24-ന് ചെന്നൈയിൻ എഫ്സിക്കെതിരെയാണ്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ക്വാമി പെപ്പറയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ക്വാമി പെപ്പറ. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 ഗോളുകൾ പെപ്ര നേടിയിരുന്നു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിലെ, അതായത് ഒക്ടോബർ മാസത്തിലെ പ്ലെയർ ഓഫ് ദി മന്തായി പെപ്രയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്തൊരു കാര്യം, നമുക്കറിയാം കഴിഞ്ഞ കേരള സൂപ്പർ ലീഗ് ഫൈനൽ മത്സരം കാണാനായിട്ട് ഒരുപാട് കാണികൾ എത്തിയിരുന്നു. കാലിക്കറ്റ് എഫ് സി ആയിരുന്നു 2-1 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിച്ചിരുന്നത്. ആ ഒരു മത്സരം കാണാനായിട്ട് മൊത്തത്തിൽ 35,672 കാണികളായിരുന്നു എത്തിയിരുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.